ആചാര്യ വിനോദസ്വാമിക്ക് വേണ്ടി ചെയ്യുന്ന യേശുക്രിസ്തു പ്രവർത്തിച്ച 32 അത്ഭുതങ്ങളിലെ ഇന്ന് പറയാൻ പോകുന്നത്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് മീൻ പിടിക്കുവാനായിട്ട് തിബേരിയൂസ് കടലിൻ്റെ കരയിലേക്ക് പോവുകയാണ്. രാത്രി മുഴുവൻ തിബേരിയൂസ് കടലിൽ കൂടി അലഞ്ഞു നടന്ന് വലയിറക്കി നോക്കുകയാണ്. പക്ഷേ ഒരു പുച്ചാമ്പരൽ പോലും അവർക്ക് കിട്ടിയില്ല. നേരം വെളുക്കാറായിട്ടും ഒന്നും കിട്ടാതെ വളരെ നിരാശരായിട്ട് അവർ തീരത്തേക്ക് വഞ്ചി അടിപ്പിക്കുകയാണ്. ഈ സമയത്ത് നോക്കുമ്പോൾ തീരത്ത് ആയിട്ട് ഒരു അടുപ്പ് കൂട്ടിയിരിക്കുന്നതും അവിടെ ഒരാളിരുന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് യേശുക്രിസ്തുവാണ്. തൻ്റെ ശിഷ്യന്മാർ വിശന്ന് വളഞ്ഞ് വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് എവിടുന്ന് കിട്ടിയ കുറേ മത്സ്യവും അപ്പവുമൊക്കെ ആയിട്ട് തിബേരിയൂസ് കടലിൻ്റെ കരയിലേക്ക് യേശുക്രിസ്തു അവർക്ക് പ്രാതലൊരുക്കിക്കൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ, നിങ്ങൾ വിശന്ന് ക്ഷീണിച്ചല്ല വരുന്ന ഒന്ന് പ്രാതൽ കഴിക്കുവിനെന്ന് പറയുകയാണ്. അവിടെ നിങ്ങളുടെ കയ്യിൽ പിടിച്ച മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പറയുകയാണ്, ഗുരുവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു പൂച്ചാമ്പിടിച്ചയെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വളരെ വിഷമിച്ചാണ് കരയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ശരി, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇപ്പോൾ കടലിൽ കാണുന്ന തോണിയുടെ വലതു ഭാഗത്തായിട്ട് ഒന്നുകൂടെ ഒന്ന് വലയെറിഞ്ഞ് നോക്കി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവൻ വലയിറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല, എന്നാലും നീ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞ് അവർ തോണിയുടെ വലതുഭാഗത്തായിട്ട് വലയിറക്കുകയാണ്. ആ വലയിറക്കി കഴിഞ്ഞ് ഇപ്പോൾ വളരെ വലിയൊരു മത്സ്യസമ്പത്ത് അവർക്ക് കിട്ടുന്നത്. ഒരിക്കലും അത് വലിച്ചു കയറ്റാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത്രയ്ക്ക് തോണിയെ നിൽക്കുകയാണ്. അത്രയും ഭാരം മത്സ്യം അവർക്ക് ഒരിക്കലും വലിച്ച് കരയിലേക്ക് കയറ്റാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മറ്റു തോണിക്കാരെയൊക്കെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് വല വലിച്ച് കയറ്റുകയാണ്. എത്ര സൂചിച്ചിട്ട് പറയുന്നു, ഞാനൊരു പാപിയായ മനുഷ്യനാണ് ഗുരുവേ, എന്നെ വിട്ടു പോകണമെന്ന് പറയുന്നു, ഞാൻ നഗ്നനാണെന്നൊക്കെ പറയുന്നു. യേശുക്രിസ്തു പറയുന്നു, അതൊന്നും സാരമില്ല, ഇപ്പോൾ പിടിച്ച കുറേ മത്സ്യങ്ങളും കൂടെ കൊണ്ടുപോകാം, നമുക്ക് കണ്ണിൽ ചുട്ടെടുത്തിട്ട് ഭക്ഷിക്കാമെന്ന് പറഞ്ഞ് അവർക്കെല്ലാവർക്കും പ്രാതലൊരുക്കി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് യേശുക്രിസ്തു അവരോട് വേദാന്തമൊക്കെ സംസാരിക്കുന്നത്. സത്യത്തിൽ ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വിശക്കുന്നവൻ്റെ മുന്നിൽ നിന്ന് വേദാന്തം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വിശക്കുന്നവന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ്. ലോകത്തിലൊരു ഗുരു മാത്രമേ ആദ്യമായിട്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഗുരു.